Hi everybody. Organic കെമിസ്ട്രിയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നെയിംഡ് റിയാക്ഷൻ ആണ് റെഫോമാറ്റ്സ്കി റിയാക്ഷൻ. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നോക്കി കാണേണ്ടിയിരിക്കുന്നത്? ആദ്യമായിട്ട് നമുക്ക് സ്കീം ഓഫ് ദി റിയാക്ഷൻ നോക്കാം. ആരൊക്കെ റിയാക്ട് ചെയ്തിട്ട് എന്ത് പ്രൊഡക്റ്റ് ആണ് നമുക്ക് റെഫോമാറ്റ്സ്കി റിയാക്ഷനിൽ കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. സോ ദ ഫസ്റ്റ് തിങ് ഈസ് യു ഷുഡ് നീഡ് എ കാർബണൈൽ കോമ്പൗണ്ട്. വാട്ട് യു നീഡ് ഈസ് എ കാർബണൈൽ കോമ്പൗണ്ട്. I will take acetone. Okay, this is my carbonyl compound. കാർബോണൈൽ കോമ്പൗണ്ട്. ആൻഡ് എങ്ങനെ നിങ്ങൾ റെഫോമാറ്റ്സ്കി റിയാക്ഷനെ മനസ്സിലാക്കും എന്ന് പറഞ്ഞാൽ യു ഷുഡ് ഹാവ് എ പ്രസൻസ് ഓഫ് ആൽഫ ഹാലോ എസ്റ്റർ. വാട്ട് ഇസ് ഇറ്റ്? യെസ്, ദിസ് ഇസ് ആൽഫ ഹാലോ എസ്റ്റർ. സി ഡബിൾ ബോണ്ട് ഒ ഒ ഇ ടി എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ദിസ് ഇസ് യുവർ എസ്റ്റർ പാർട്ട്. ഇതാ ഇവിടെ നിങ്ങൾ ഇതിനെയാണ് നിങ്ങൾ എന്ത് വിളിക്കുക? എസ്റ്റർ പാർട്ട് എന്ന് വിളിക്കുക. ആൻഡ് വോട്ട് യു ഹാവ് ആൽഫ ഹാലജൻ. സോ ദിസ് ഇസ് കോൾഡ് വോട്ട്? ആൽഫ ഹാലോ എസ്റ്റർ. ദിസ് ഇസ് ആൽഫ ഹാലോ എസ്റ്റർ. ആൻഡ് ഇവിടെ ഏത് മെറ്റലിൻ്റെ പ്രസൻസ് ആയിരിക്കും? യെസ്, യു വിൽ ഹാവ് സിങ്ക്. സിങ്ക് മെറ്റലിൻ്റെ പ്രസൻസിൽ ഹൈഡ്രോളൈസ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ബീറ്റ ഹൈഡ്രോക്സി എസ്റ്റർ as your product. What is it? Beta hydroxy ester. And it look like this. നോക്കിക്കോളൂ, സിമ്പിൾ ആണ്. CH3 നോക്കൂ, ഇവിടെ എന്തായിരിക്കും? OH ആയിരിക്കും. ആൻഡ് യു വിൽ ഹാവ് CH2 ആൻഡ് COOET. ഇതാണ് നിങ്ങളുടെ എസ്റ്റർ പാർട്ട്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ, ഇതിനെ എനിക്ക് എന്ത് വിളിക്കാം? ആൽഫ എന്ന് വിളിക്കാം. ആൻഡ് ദിസ് ഇസ് വോട്ട്? ബീറ്റ. സോ ദാറ്റ് ഈസ് കോൾഡ് വോട്ട്? ബീറ്റ ഹൈഡ്രോക്സി എസ്റ്റർ. ഇനി നിങ്ങൾ ഇതിനെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഇതാ ഇവിടെ നിന്ന് ആൽഫ ബീറ്റ പൊസിഷനിൽ നിന്ന് ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? CH എന്ന് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് എന്ത് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു? വാട്ടർ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. ആൻഡ് യു വിൽ ഗെറ്റ് വാട്ട്? നോക്കിക്കോളൂ, യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. CH3 ഉണ്ടാവും. ആൻഡ് യു ഹാവ് വാട്ട്? ഇവിടെ ഡബിൾ ബോണ്ട് CHCOOET എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് വാട്ട് ഇസ് ദിസ്? ആൽഫ ബീറ്റ. That is called alpha beta unsaturated ester. Okay, alpha beta unsaturated ester നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ഐദർ നിങ്ങളുടെ എക്സാം പേപ്പറിൽ റെഫോമാറ്റ്സ്കി റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് ഐദർ ഇറ്റ് വിൽ ബി ബീറ്റ ഹൈഡ്രോക്സി എസ്റ്റർ, അല്ലെങ്കിൽ അതിനെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് എസ്റ്റർ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി ഇതിൻ്റെ മെക്കാനിസത്തിലേക്ക് നമുക്ക് പോകാം. നോക്കൂ, മെക്കാനിസമാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് നമ്മുടെ ആൽഫ ഹാലോ എസ്റ്റർ നോക്കൂ. ആൽഫ ഹാലോ എസ്റ്റർ CH2X COOET. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്? അതായത് RX റിയാക്ടിങ് വിത്ത് Mg യു വിൽ ഗെറ്റ് വാട്ട്? RMgX. ഓക്കെ, ഈ കാർബൺ ഹാലജൻ ബോണ്ടിൻ്റെ ഇടയിലേക്ക് ആര് ഇൻസേർട്ട് ചെയ്യപ്പെടുന്നു? മെറ്റൽ ഇൻസേർട്ട് ചെയ്യപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് എന്നൊക്കെ വിളിക്കുന്നത്. അതേപോലെ സിങ്ക് ഇവിടെ പോയി അറ്റാക്ക് ചെയ്യും. സിങ്ക് ഈ കാർബൺ ഹാലജൻ ബോണ്ടിൽ ഇൻസേർട്ട് ചെയ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ വി വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. CH2 C ഡബിൾ ബോണ്ട് OET അതേപോലെ ഉണ്ടാവും. ആൻഡ് യു ഹാവ് വാട്ട്? ZnX. ആൻഡ് ദിസ് ഓഫ് കോഴ്സ് വിൽ ക്യാരി വാട്ട് ചാർജ്? നിങ്ങൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ പറഞ്ഞതുപോലെ തന്നെ ആറിൻ്റെ മുകളിൽ എന്ത് ചാർജ് ആയിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? പോസിറ്റീവ്. സോ നൗ ദിസ് വിൽ ആക്ട് ആസ്, ഇവരെന്തായിട്ട് ആക്ട് ചെയ്യും? നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. നൗ ദിസ് ഗോസ് ആൻഡ് അറ്റാക്ക് വാട്ട്? അറ്റാക്ക് അവർ കാർബണൈൽ കോമ്പൗണ്ട്. അറ്റാക്സ് ദി കാർബണൈൽ കോമ്പൗണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. നൗ നോക്കാം, കാർബണൈൽ കോമ്പൗണ്ടിലേക്ക് അറ്റാക്ക് ചെയ്യപ്പെടുകയാണ്. ZnX ഉണ്ടാവും അല്ലേ? പിന്നെ എന്തുണ്ടാവും? COOET ഉണ്ടാവും. ഓക്കെ, ആൻഡ് ദിസ് ഗോസ് ആൻഡ് അറ്റാക്ക് വോട്ട്? നമ്മുടെ കാർബണൈൽ കോമ്പൗണ്ട് നമ്മുടെ അസറ്റോണിലേക്ക് പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നു. നോക്കൂ, ഇവിടെ പോയി അറ്റാക്ക് ചെയ്യുന്നു. ഇത് ഇങ്ങോട്ട് വരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. ഈ CH3 ഇവിടെ ഉണ്ടാവും. അസറ്റോണിൻ്റെ ആണ് ഞാൻ പറയുന്നത്. ഇവിടെ എന്തുണ്ടാവും? ഒരു കാർബൺ ഉണ്ടാവും. ആൻഡ് ദിസ് ബിക്കംസ്, ഇതിവിടെ എന്തുണ്ടാവും? CH3 ഉണ്ടാവും. ആൻഡ് ഇവിടെ എന്താവും? O മൈനസ് ആവും. ആൻഡ് ഇവിടെ ആര് വന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും? CH2 COOET വന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ആൻഡ് ഈ ZnXന് ആര് എടുത്തിട്ടുണ്ടാവും? യെസ്, O മൈനസ് അബ്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി നിങ്ങളിവിടെ ഹൈഡ്രോളൈസ് ചെയ്യുകയാണെങ്കിൽ H2O ഹൈഡ്രോളൈസ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? ഈ O മൈനസ് എന്ത് ചെയ്യും? H+നെ അബ്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്, റൈറ്റ്? CH3 ഇവിടെ നോക്കിക്കോളൂ. CH3 ഇവിടെ എന്തുണ്ടാവും? CH3 ഉണ്ടാവും. CH3 ഇവിടെ എന്തുണ്ടാവും? OH ഉണ്ടാവും. അതേപോലെ
CH2COOET ഉണ്ടാവും, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ നോക്കി നിങ്ങൾ, വാട്ട് ഇസ് ദിസ് കോൾഡ്? ബീറ്റ, ആൽഫ ബീറ്റ. നമ്മൾ പറഞ്ഞിരുന്ന ബീറ്റ ഹൈഡ്രോക്സി എസ്റ്റർ നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവരിവിടെ നിന്ന് എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? വാട്ടർ എലിമിനേറ്റ് ചെയ്യപ്പെടും. ആൽഫ ബീറ്റ പൊസിഷനിൽ നിന്ന് എന്ത് എലിമിനേറ്റ് ചെയ്യപ്പെടും? വാട്ടർ എലിമിനേറ്റ് ചെയ്യപ്പെടും. എന്നിട്ട് നമുക്ക് നമ്മുടെ ഡിസൈഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള നോക്കൂ, CH3 എന്ത് കിട്ടും? ദാ CH3 ആൻഡ് യു വിൽ ഹാവ് വാട്ട്? CHCOOET നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും, വിച്ച് ഇസ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് എസ്റ്റർ. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് എസ്റ്റർ ആണ് കേട്ടോ. നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ട് വരിക എന്താണ്? ആൽഫ ബീറ്റ. നോക്കൂ, ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് എസ്റ്റർ ആണ്, ആസിഡ് അല്ല കേട്ടോ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. റഫോമാറ്റ്സ്കി റിയാക്ഷനിൽ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് എസ്റ്റർ ആയിരിക്കും നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക. ആൻഡ് ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ റിയാക്ഷൻ മനസ്സിലാവും. അപ്പോൾ നോക്കിക്കോളൂ, എങ്ങനെയാണ് റഫോമാറ്റ്സ്കി റിയാക്ഷനെ മനസ്സിലാക്കുക. ദിസ് ഈസ് യുവർ കാർബണൈൽ കോമ്പൗണ്ട് ആൻഡ് ദിസ് ഈസ് വാട്ട്? ആൽഫ ഹാലോ എസ്റ്റർ. അപ്പോൾ നമ്മുടെ മെറ്റൽ എന്താണ്? സിങ്ക് ആണ് അല്ലേ? സിങ്ക് ആണ്. സിങ്കിനെ ഹൈഡ്രോളൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, യു വിൽ ഗെറ്റ് ബീറ്റ ഹൈഡ്രോക്സി എസ്റ്റർ ആയിരിക്കും പ്രൊഡക്റ്റ് കിട്ടുക. സോ ഇറ്റ് ലുക്ക് ലൈക്ക് ദിസ്, റൈറ്റ്? ദാ ഇവിടെ നിങ്ങളുടെ ഇതുണ്ടാവും. ആൻഡ് വോട്ട്? ദിസ് ഇസ് OH ആൻഡ് വോട്ട്? CH2COOET എന്നുള്ള രീതിയിൽ കിട്ടും. ആൻഡ് ദിസ് ഇസ് വോട്ട്? ആൽഫ ബീറ്റ, ബീറ്റ ഹൈഡ്രോക്സി എസ്റ്റർ കിട്ടും. ഇനി ഇവരെ ഹീറ്റ് ചെയ്യുകയാണെങ്കിലോ? ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ആൽഫ ബീറ്റ പൊസിഷനിൽ എന്ത് എലിമിനേറ്റ് ആവും? വാട്ടർ എലിമിനേറ്റ് ആവും. ആൽഫ ബീറ്റ പൊസിഷനിൽ നിന്ന് വാട്ടർ എലിമിനേറ്റ് ആവും. ആൻഡ് യു വിൽ ഗെറ്റ് വാട്ട്? യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്, റൈറ്റ്? ഇവിടെ എന്ത് സംഭവിക്കും? ഇതാ CH, ഇവിടെ നിന്ന് OHും Hും എലിമിനേറ്റ് ചെയ്യാൽ CH ഡബിൾ ബോണ്ട് CH COOET എന്നുള്ള രീതിയിൽ കിട്ടും, വിച്ച് ഇസ് യുവർ, നോക്കൂ, ദിസ് ഇസ് ആൽഫ ആൻഡ് ദിസ് ഇസ് വാട്ട്? ബീറ്റ. ദിസ് ഇസ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് എസ്റ്റർ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. സോ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാം, വൈ സിങ്ക് ഹിയർ ആൻഡ് വൈ നോട്ട് MG? വൈ നോട്ട് MG? നമുക്ക് എന്തുകൊണ്ട് MG എടുത്തുകൂടാ? MG എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാം RMGX അല്ലേ? നമ്മുടെ ആൽഫ ഹാലോ എസ്റ്റർ അല്ലേ? ദിസ് ഇസ് ആൽഫ ഹാലോ എസ്റ്റർ. ഇവിടെ നമ്മൾ സിങ്കിന് പകരം MG ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നോക്കിയേ നിങ്ങൾ, ദാ CH2MgX എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും അല്ലേ? CH2MgX. ഓഫ് കോഴ്സ് ഇവിടെ എന്തുണ്ടാവും? നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഇവിടെ എന്തുണ്ടാവും? പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. എന്തുകൊണ്ട് നമ്മൾ സിങ്ക് മാത്രം എടുക്കുന്നു, മഗ്നീഷ്യം എടുക്കുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം എന്തെന്നാൽ ഈ സിങ്ക് ഇസ് ആക്ച്വലി ലെസ് റിയാക്റ്റീവ് ആണ്. സിങ്ക് ലെസ് റിയാക്റ്റീവ് ആണ്. പക്ഷേ നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് RMgX ആണെങ്കിൽ, ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത് RMgX ആണെങ്കിൽ, ഇറ്റ് ഇസ് എക്സ്ട്രീംലി റിയാക്റ്റീവ് സ്പീഷീസ് ആണ്. ഓക്കെ, എക്സ്ട്രീംലി റിയാക്റ്റീവ് ആയിരിക്കും. അതായത് ലെറ്റ്സ് സേ നമ്മൾ ഇതേപോലെ എടുക്കുകയാണെങ്കിൽ നോക്കൂ, ഇവിടെ എന്തായിരിക്കും? COOET ഉണ്ടാവത്തില്ലേ? ഇവിടെ എന്തുണ്ടാവും? MgX. ഇവർ അപ്പോൾ തന്നെ എന്ത് ചെയ്യും? ഇതാ ഇവിടെ പോയിട്ട് അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഡിസൈഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആസിഡ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് റഫോമാറ്റ്സ്കി റിയാക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.